സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഒ കുഞ്ഞോൻ അവറുകൾ സങ്കീർത്തനം വായനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. 18-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. 18-ാം സങ്കീർത്തനം. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ ശൈലം, എന്റെ കോട്ട, എന്റെ രക്ഷകനും എന്റെ ദൈവം, എന്നെ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം, എന്റെ രക്ഷയ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണഭാഷകൾ എന്നെ ചുറ്റി, അഗാധ പ്രഭാവങ്ങൾ എന്നെ പ്രേമിച്ചു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണപാശത്തിന്റെ ഗണികളും തന്നെ തുടർന്ന് പിടിച്ചു. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കിയാൽ അവ കുലുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. തീക്കന് അവനിൽ ജ്വലിച്ചു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരുള്ളവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കിരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിനെ ചെറിയമേൽ പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസിനെയും ആകാശമേഘങ്ങളെയും തനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആരിപ്പോഴും തീക്കനിൽ അവന്റെ മേൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമേതവരെ ചിതറിച്ചു, മിന്നലയച്ചവരെ തോൽപ്പിച്ചു. യഹോവേ, നിന്റെ പൽസനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തനാലും നീർത്തോടുകൾ കാണായി വന്നു. ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവന് വെളിപ്പെടുന്ന കൈനീട്ട് എന്നെ പിടിച്ചു, വെളിപ്പെടുത്തതിനെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു, എന്നാൽ യഹോവ എനിക്ക് തുണയായിരിക്കുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചത് കൊണ്ട് എന്നെ വിടുവിച്ചു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളനായിരിക്കുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. നിർമ്മലനോട് നീ നിർമ്മലാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും. നിന്റെ ദീപത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിന്റെ വഴി ദൈവമുള്ളത്, യഹോവയുടെ വചനം ഊതി കഴിച്ചത് എന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പ്രതീക്ഷയാകുന്നു. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ, നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കി എന്റെ വഴി പൂർവ്വം ചെയ്യുന്ന ദൈവം തന്നെ. അവൻ തന്റെ കാലുകളെ മാൻപേടെ കാലിനെ തുല്യമാക്കി, എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എന്റെ കൈകൾക്ക് വിദ്യാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമര ചാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വെക്കേണ്ടത് നീ വിശാല വരുത്തി, എന്റെ നരിയാണികൾ വഴി പോയതുമില്ല. ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു, അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റ് കൂടാതെ വണ്ണം ഞാൻ അവരെ തകർത്തു, അവർ എന്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പയക്കുന്നവരെ ഞാൻ സംഹരിക്കും. അവർ നിലവിളിച്ചു, രക്ഷിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമറിയതുമില്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു, വീതിയിലെ ചെടിയെ പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു, ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാതെ ജനം എന്നെ സേവിക്കുന്നു. അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും, അന്യജാതികൾ എന്നോട് അനുസരണഭാവം കാണിക്കും. ജാതിക്കാർ ക്ഷമിച്ചു പോകുന്നു, തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചും കൊണ്ടുവരുന്നു. യഹോവ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ.
ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അവർ ശത്രുവശത്ത് നിന്നെ വിടുവിക്കുന്നു, എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തന്റെ രാജാവിന് രക്ഷ നൽകുന്നു, തന്റെ അഭിഷേകനെ കാണിക്കുന്നു. ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ അവൻ തന്റെ രാജാവിന് രക്ഷ നൽകുന്നു, തന്റെ അഭിഷേകത്തിന് ദയ കാണിക്കുന്നു. ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ അവിടെയായി കർത്താവ് നമ്മെ ക്ഷമത്തോടെ കാത്ത് പരിപാലിച്ചല്ലോ. ഈ മഹാമാരിയെങ്കിൽ നമ്മളിൽ ആരും ഒരു വ്യക്തി പോലും കുറഞ്ഞു പോകുവാനിടയാകാതെ വണ്ണം ദൈവസഭയായി ക്ഷമത്തോടെ നമ്മെ കാത്ത് പരിപാലിച്ച നമ്മുടെ കർത്താവിന്റെ വിശ്വസ്തതയും കരുണയും ദൈവം ഓർത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അവൻ തന്റെ രാജാവിനെ മഹാരക്ഷ നൽകുന്നു, തന്റെ അഭിഷേകത്തിന് ദയ കാണിക്കുന്നു. ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയാൽ ഹല്ലേലൂയ നമുക്ക് ക്ഷമത്തോടെ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയത്. നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവേ അവിടുത്തെ മുഖത്തേക്ക് നോക്കി അവിടുത്തെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവേ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ തിരുമേനി ഞങ്ങളോടുകൂടെ ഇരുന്നു. കർത്താവ് ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥാനങ്ങളിൽ, ഞങ്ങളുടെ ജോലി സ്ഥാനങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിലെല്ലാം തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ നിറച്ച് കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ കാത്ത് പരിപാലിച്ച വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വ്യക്തികളായി കുടുംബങ്ങളായി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ കർത്താവേ ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവേ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്റെ മേൽ പകരുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് ആമേൻ നല്ലവനായി വല്ലഭനായി എനിക്കും കുടുംബത്തിനും കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ മാത്രമല്ല കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്നുവരെയും നല്ലവനായി കാത്തു പരിപാലിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങളെ ഓർത്തും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. 50 വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനമാണല്ലോ നമ്മൾ വായിച്ചത്. എല്ലാ വാക്യവും വായിച്ച് പ്രബോധിപ്പാൻ തക്കവണ്ണം നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ആദ്യത്തെ 7 വാക്യം മാത്രമേ ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ എല്ലാ ശത്രുക്കളിൽ നിന്നും വിശേഷാൽ ശൗലിന്റെ കയ്യിൽ നിന്നും ആമേൻ വിടുതൽ പ്രാപിച്ച ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം പാടിയ ഒരു സങ്കീർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സങ്കീർത്തനങ്ങളിൽ വായിക്കുമ്പോൾ ആദ്യത്തെ വിടുതലിന്റെ സങ്കീർത്തനമായിട്ട് ഈ 18-ാം സങ്കീർത്തനം നിലകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദാവീദിനോട് ചേർന്ന് ഇന്ന് രാത്രി നമുക്കും ഒരുമിച്ച് ആമേൻ ഞങ്ങളെ വിടുവിച്ച കർത്താവ്, ഞങ്ങളെ ഈ മഹാമാരിയിൽ നിന്ന് വിടുവിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് കർത്താവ് കൃപ നൽകുന്ന കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യം പറയുന്നു, എന്റെ ബലമായി യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ വിവിധ കാലയളവിൽ വിവിധ രീതിയിൽ പല കഷ്ടങ്ങളിലായിരുന്ന ദാവീദ് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. കഷ്ടങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദാവീദ് വിളിച്ചു പറയുകയാണ്, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദാവീദിന് പറയുവാൻ കഴിയും, എനിക്ക് ലഭിച്ചിരിക്കുന്ന ബലം മുഴുവൻ എന്റെ കർത്താവിങ്കൽ നിന്നാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ
ഈ കർത്താവിൽ നിന്നാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ മുഴുവൻ കർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വ്യത്യസ്ത നിലകളുള്ളതായ സ്നേഹം നമുക്ക് ലോകത്തിൽ കാണാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദാവീദിന് ഇവിടെ പറയുവാനുള്ളത്, യഹോവയായ ദൈവമേ നീ എന്റെ ബലമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിൽക്കുന്നതല്ല, നീ എന്നെ നിർത്തിയതാകുന്നു. ഹല്ലേലൂയ. ഞാൻ നടന്നതല്ല, നീ എന്നെ നടത്തിയതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹല്ലേലൂയ എനിക്കുള്ളതായ സൗഖ്യം, എനിക്കുള്ളതായ ആരോഗ്യം എല്ലാം തന്നെ എന്റെ ദൈവം എനിക്ക് തന്നതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദാവീദ് പറയുകയാണ്, എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വാക്യം, യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവുമാ, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും, ആമേൻ, എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ പാറയാകും. പാറയെ കാണിക്കുന്നത് ആമേൻ സംരക്ഷണത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം എന്റെ സംരക്ഷകനാകുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ പ്രതികൂലത്തിലാകും, പ്രതിസന്ധിയിലാകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഞെരുക്കത്തിലാകുമ്പോൾ, ഞാൻ ഇല്ലായ്മയിലാകുമ്പോൾ, ഞാൻ രോഗത്തിലാകുമ്പോൾ, ഞാൻ ദുഃഖത്തിലാകുമ്പോൾ, എന്റെ ദൈവമായ യഹോവ എന്റെ സംരക്ഷകനാകുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് ആമേൻ, ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം എന്റെ കോട്ടയാകുന്നു. ദൈവത്തിന് സ്തോത്രം. കോട്ട കാണിക്കുന്നത് പ്രതിരോധത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യഹോവയായ ദൈവം കോട്ടയായിരിക്കുന്ന ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനെ കോട്ട കെട്ടി, ഒരു മതിൽ കെട്ടി എന്നതുപോലെ ദൈവത്തിന് സ്തോത്രം, കോട്ട കെട്ടി പരിപാലിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് ദാവീദ് ഇവിടെ വിളിച്ചു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം എനിക്ക് കോട്ടയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറയുന്നതാണ്, യഹോവയായ ദൈവം എന്റെ പരിചയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പിൽ തടുത്തു നിൽക്കുവാനുള്ളതായ ഒരു ഉപകരണമായിട്ടാണല്ലോ പരിചയെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഉപദ്രവം നേരിടുന്നതായ സമയങ്ങളിൽ ആമേൻ തടുത്തു നിൽക്കുവാൻ തക്കവണ്ണം പരിച, ആമേൻ, ദാവീദ് യഹോവയായ ദൈവത്തെ കാണുന്നത് യഹോവയായ ദൈവം തന്റെ പരിചയായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, യഹോവയായ ദൈവം എന്റെ കൊമ്പാകുന്നു. ദൈവത്തിന് സ്തോത്രം. കൊമ്പ് കാണിക്കുന്നത് രക്ഷയെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമായ യഹോവ എന്റെ രക്ഷയാകുന്നു എന്ന് ആമേൻ ദാവീദ് ഇവിടെ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ദൈവ പൈതലെ, ഹല്ലേലൂയ, നിന്റെ രക്ഷ യഹോവയാകുന്നു, നിന്റെ പരിച യഹോവയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നിന്റെ പാറയായ നിന്റെ സംരക്ഷണം യഹോവയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ആമേൻ സ്തോത്രം കോട്ട അഥവാ നിന്റെ പ്രതിരോധം ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തെല്ലാം ഭവിച്ചാലും ദൈവത്തിന് സ്തോത്രം. യഹോവ ആമേൻ സേവിക്കുന്ന, യഹോവയെ ആരാധിക്കുന്ന, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ യഹോവ എന്റെ രക്ഷയും എന്റെ കോട്ടയും, ആമേൻ എന്റെ കൊമ്പും എന്റെ പരിചയം എന്ന് പറയുവാൻ തക്കവണ്ണം ആമേൻ എപ്പോഴും ധൈര്യമുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ വാക്യത്തിൽ, സ്തുത്യനായ യഹോവയെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് ആമേൻ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഒരു രക്ഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാലാമത്തെ വാക്യം, മരണപാശങ്ങൾ എന്നെ ചുറ്റി, ആമേൻ, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ അനേക മരണത്തിന്റെ താഴ്വരയിലൂടെ താൻ കടന്നുപോയി. മരണപാശങ്ങൾ എന്നെ ചുറ്റി, ആമേൻ, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിന്റെ കെണികളിലും എന്നെ
തുടർന്ന് പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ട് തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഇവിടെ പറയുകയാണ്, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്റെ പ്രാർത്ഥന കേട്ടു. ദൈവത്തിന് സ്തോത്രം. അവന്റെ യാചനയ്ക്ക്, അവന്റെ തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കഴിച്ചതായ, നിലവിളിച്ചതായ, കഷ്ടതയിൽ നിലവിളിച്ചതായ ദാവീദിന് ഒരു ധൈര്യം ലഭിക്കുകയാണ് ഇവിടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഭൂമി ഞെട്ടിവിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കയാൽ അവ കുലുങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മറുപടിയാണ്. നിലവിളിച്ച് പ്രാർത്ഥിച്ച ദാവീദിന് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് അവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം പ്രകടമായ 10 ഭൗതിക പ്രതിഭാസങ്ങളെ കുറിച്ചാണ് അവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. 1, ഭൂമി ഞെട്ടിവിറച്ചു. 2, മലയുടെ അടിസ്ഥാനങ്ങൾ ഇളകി. 3, ആകാശം കുനിഞ്ഞു നിന്നു. ദൈവത്തിന് സ്തോത്രം. 4, കൂരിരുൾ പരന്നു. 5, ഒരു ചുഴലിക്കാറ്റ് വീശി. 6, മേഘങ്ങൾ വേഗത്തിൽ പാഞ്ഞു. 7, ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. 8, മിന്നലുകൾ പ്രകാശിച്ചു. 9, ശക്തിയായി ഇടിമുഴക്കി. 10, ഭൂചലനം ഭൂമിയെ പിളർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച ദാവീദിന് വേണ്ടി ദൈവം ചെയ്ത 10 അത്ഭുതങ്ങളെയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം തിരുവചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടതയുടെ സമയത്ത് താൻ തന്റെ പിതാവിനോട് നിലവിളിച്ചപ്പോഴും ഇതേ അനുഭവം നടന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ 27-ാം അധ്യായത്തിന്റെ 45 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ, യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, ഏലി ഏലി ലമ്മ ശബക്താനി. ആമേൻ. തുടർന്ന് വായിക്കാം. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവിനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ടടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. അനുഭവപ്പെട്ടതായ പ്രാർത്ഥനയുടേതായ ദൈവത്തിന് സ്തോത്ര. പ്രാർത്ഥനയിൽ ദാവീദിന് അനുഭവിച്ചതായ അതേ ദൈവിക സാന്നിധ്യം ഇവിടെയും അനുഭവിക്കുകയാണ്. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഏലി ഏലി ലമ്മ ശബക്താനി, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ളതായ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിലവിളിച്ചപ്പോൾ അവിടെയും നാം കാണുന്നത് വായിക്കാൻ സഹോദരി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭൂമി ഞെട്ടിവിറച്ചു എന്നാണ് ദൈവത്തിന് സ്തോത്രം സങ്കീർത്തനത്തിൽ വായിച്ചത്. എന്നാൽ ഇവിടെ ഭൂമി കുലുങ്ങി. ആമേൻ. അടുത്തത്, പാറകൾ പിളർന്നു. പാറകൾ പിളർന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, കല്ലറകൾ തുറന്നു. കല്ലറകൾ തുറക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, ദൈവത്തെ സേവിച്ച, ദൈവത്തോട് പറ്റി നിന്ന, ദൈവസന്നിധിയിൽ വിശുദ്ധരായി ജീവിച്ച തന്റെ വിശുദ്ധന്മാരുടെ കല്ലറകൂടെ തന്റെ യേശുവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഇതാ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ കഷ്ടതയുടെ കാലത്ത്, നമ്മുടെ പ്രതികൂലത്തിന്റെ കാലത്ത്, പ്രതിസന്ധി
പ്രതിസന്ധിയുടെ കാലത്ത്, ഞെരുക്കത്തിന്റെ കാലത്ത്, മഹാമാരിയുടെ കാലത്ത് നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്ര. ഒരു വേദഭാഗം കൂടെ വായിക്കാൻ, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 44 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ആമേൻ. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. ദൈവത്തിന്റെ സ്തോത്രം. അവിടെയും നാം കാണും ദൈവത്തിന്റെ നിരത്തിന്റെ തിരശ്ശീല നടുവേ പിളർന്നു പോയി. അടുത്ത ഭാഗം. യേശു അത്യക്ഷത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ആമേൻ. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ആമേൻ. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. നോക്കുക, ഒരു ശതാധിപൻ നോക്കി നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, വാസ്തവമായി ഇവൻ ഒരു നീതിമാനാകുന്നു. ദൈവത്തിന് സ്തോത്ര. ദൈവവൈതലേ, ഞാനും നിങ്ങളും പിൻപറ്റിയിരിക്കുന്നത് ഒരു സാധാരണക്കാരനെ അല്ല, സാക്ഷാൽ നീതിമാനായ, ആമേൻ, ദൈവത്തിന്റെ പുത്രനായ നസ്രയനാണ് നാം പിൻപറ്റിയിരിക്കുന്നതെങ്കിൽ, അല്ലേ, നമ്മുടെ കഷ്ടാനുഭവങ്ങളിൽ, നമ്മുടെ പ്രയാസവേളകളിൽ, നമ്മുടെ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് കാറ്റടിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പാളയെ പിളർക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആകാശം കുനിഞ്ഞ് നിന്ന് തരുന്നതായ ഒരു അനുഭവം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്ര. ദൈവ പൈതലേ, ഊരിൽ, ആമേൻ, അവിടെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് വായിക്കുന്നത്, ഊരിൽ ഉണ്ടായി ഒരു വലിയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഇരുളുണ്ടായി, ദേശം മുഴുവൻ ഇരുട്ടുണ്ടായി. ദൈവത്തിന് സ്തോത്ര. ദൈവ പൈതലേ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇരുട്ടത്ത് വെളിച്ചമായ നീതിസൂര്യനായ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കരം പിടിച്ച് നടത്തത്തക്കവണ്ണം, ഹല്ലേലൂയ, നമ്മെ താങ്ങി നടത്തത്തക്കവണ്ണം, നമ്മെ പോറ്റുവാൻ പുലർത്തുവാൻ മതിയായവനായ ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയമുള്ളവരെ, ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, ഞാൻ എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പറയാം, എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മഹാമാരിയുടെ കാലയളവിൽ കർത്താവേ, ഞങ്ങളെ, ആമേൻ, സൂക്ഷിച്ച വിധങ്ങൾക്കായി, കർത്താവേ, ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കായി, ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവ് നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഓർത്ത് ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി നന്ദിയോട് സ്തോത്രം ചെയ്യാം. കേൾക്കപ്പെട്ട തിരുവചനങ്ങളൊക്കെ പ്രബോധനം നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമാകുന്ന കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി വീണ്ടും അനുഗ്രഹിക്കട്ടെ. Now we will have the English song. Our dear brother Reggie Abraham will lead us in singing My Savior Loves, My Savior Lives. Brother Reggie Abraham. Praise God. Hope you all can hear me. Yeah, he can hear. Yes, my Savior loves, my Savior lives. And during our challenging times, He's always there for us, right? So let's all sing this song together. I am not skilled to understand what God has will, what God has planned. I only know at His right hand stands one who is my Savior. I take Him at His word and Christ died to save me.
and in my heart I'm finding for him to be my Savior. Daddy will leave his place on high and come for sinful man to die. You got his strength, so must be before I knew my Savior. My Savior loves, my Savior lives, my Savior's always there for me. My God he was, my God he is, my God he's always gonna be. My Savior loves, my Savior lives, my Savior's always there for me. My God he was, my God he is, my God he's always gonna be. Yes, living, dying, let me pray. My strength, my soul is from the spring. Daddy who used to be my king, wants that to be my Savior. Daddy who leave his place on high and come for sinful man to die. You got his face, so much need I. Before I knew my Savior. My Savior loves, my Savior lives, my Savior's always there for me. My God he was, my God he is, my God is always gonna be. My Savior loves, my Savior lives, my Savior's always there for me. My God he was, my God he is, my God is always gonna be. He's always our Savior. He's always there for us. Let's raise our hands and just worship him. Hallelujah. Praise God. And sing together. My Savior loves, my Savior lives, my Savior's always there for me. My God he was, my God he is, my God is always gonna be. My Savior loves, my Savior lives, my Savior's always there for me. My God he was, my God he is, my God is always gonna be. Hallelujah, hallelujah, My Savior's always there for me. My God he was, my God he is, my God is always gonna be. My Savior loves, my Savior lives, my Savior's always there for me. My God he was, my God he is, my God is always gonna be. Praise God. Praise Thank God. you, Brother Raji, for your wonderful hymn. May God bless you. Now we will have the English message. Lal brother will deliver the English message. Praise the Lord. Pastor. Okay. I'm praising God for this blessed evening, be in the Zoom platform with you. Let's read Proverbs 3, 11 to 12. My son, do not despise the Lord's discipline and do not resent his rebuke, because the Lord disciplines those he loves, as a father the son delights in. In Malayalam, മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിൽ മുഷിയുകയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. The great advice, the great gift given by King Solomon to us.
blessings always the discipline come first. Then after that only the blessings are coming. In our life, what we want is that actually we don't like the discipline action. Instead of that, we are always expecting the blessings only. The first step is that the discipline. Then the blessing will come after that. I like to share a story with you. One day, a professor entered in a classroom and asked his students to prepare for a surprise test. And he distributed a paper to all the people. Then he said that just open the paper. What you can see, when they are looking the paper, they couldn't see anything. Only a dot in the center of that paper. That's all. Rest everything is plain only. Okay. What you have to do is don't discuss. You have to write a narration. You have to write note stating that what you are seeing in the paper. That's all. If we are getting such a paper, what we will answer? I will give one answer. You also know that what type of answer you are also going to give. After some time, he collected the paper back and loudly he read one by one the answer. Most of the students tried to explain that they observed a dark spot in the center of the paper and how much, what distance the dark spot from that each corner of the paper. And he said that, very surprisingly, he said that, yes, this is the human nature. Out of the 99.999% of the paper is white, only 0.001%, very negligible portion only the black. But we are not looking the white side of the paper. Instead of that, our habit to check the black side of the black dot only we are looking. This is the human nature. If you are looking the others also, his good works, his good words, his good efforts, you will forget. Any small remark, any bad remark that we are observing. This is the human nature. We are also like that only. We don't want to understand the good side of a person. Instead of that, we are always looking the bad effect. If any small remark, that we will project that small remark and we will project the person as this. This is a human nature only. What advice we are getting? The things that instead of looking at his bad side, look the other white portion also. It highly required. In a conference, the presenter asked the questions to the people. What, as a parents, you like to give to your children? He gave some time. After Sunday, people start to give the answers and everything. Many people are telling, if the same question is coming to us, to the Pentecostal community, our first answer that we will train our students, our children, as per that, we will teach them the word of God and train them accordingly. That will be our first answer. I know. I will also give the same answer only. But the community, they said that education, yes, it's a good answer. If you're giving the education, they can reach a level. Then some people tell that we can reserve some money for them in their future. If they require the money, we can give some money. We can acquire some property, land, building or something. Then if you are in a position, we can also give a chance to get some good jobs. We can utilize our ability, our reference or our contact with the people, and we can use them. And many answers they are giving. All answers are correct. In different levels, we want to give our children very good gifts and everything. And the presenter after that said that there are 7 gifts we can give to the children. It is not biblical, worldly, I'm telling. One is love, sneha. They have to study that how they should love
and how they have to get the love. Then confidence, this is highly required. Love, confidence. Third, imagination, bhavana, forming the new ideas and everything. You have to train them to get that. Determination, drida nishchayam. This is somewhat related with the confidence. Then resilience, the practice to obey the rules and regulation. This is called resilience. Then discipline, acharkam. Then final hope, the 7 things. I will tell again: love, confidence, imagination, determination, resilience, discipline, and hope. These 7 valuable gifts, valid gifts, we can give to our children. All these answers are correct, but my opinion also I'm telling. We are training them to enjoy when they are getting the success. At the same time, we have to train them how to face a failure in their life also. That's the important thing. We have to teach them how they can experience that. In a bad situation, how they can face a bad situation in their life. With the available resources, how they can maintain their life with the available resources. If they want to go to any marriage or any function, what dress they are having, with that dress, how they can take that dress and go. And if they only have 10 dirhams in their hand, how they can live with the 10 dirhams in a day. If something happened in their life, how they have to face it. So these things also we have to train them. Otherwise, they will face great problems in their life. We have to teach them. In 1 Kings, chapter 2, verse 3, that portion only I'm telling, is telling, observe what the Lord your God required. Walk in obedience to him and keep his decrees and commands, his laws and regulations, as written in the law of Moses. Do this so that you may prosper in all you do and wherever you go. We know the great King David, in his last days, he advised his son Solomon this word. This is a great advice given to the great David, King David, to his son. I will read it once again. Observe what the Lord your God required. Walk in obedience to him and keep his decrees and commands, his laws and regulations, as written in the laws of Moses. Do this so that you may prosper in all you do and wherever you go. So prosperity will come, blessings will come. But before the blessings and prosperity come, what we have to do them? We have to obey the God. What God is telling us, as per the rules and regulations of the Bible, as per the instruction given by the Bible, we have to train them. Be in that track. Then later the blessings and everything will definitely come to you. This is the advice given to him. We know that Solomon is a great king of Israel. He was a very famous person. Solomon was great in nearly everything he did. He manifested the great wisdom. He built monuments. He demonstrated a great talent for that organization. He developed a great trading empire. Everything he did, he was a very great and great wisdom. He given violent advices to the people. The first is the starting stage, Proverbs 3, 11 to 12, what I read is from his advice only. But in his last stage, he moved away from the rules and everything. He was so great in wisdom, made but fundamental errors which brought him down. In our life also, it is easy to define the rules and regulations, to advise others. But at the same time, we look ourselves.
whether we can obey the rules of regulation. What we can obey, that only we have to try to advise it. He given a great advices and everything, but the same advisor, he moved after. Solomon saw the 3 mistakes he did in his life. He worshipped the gods of his foreign wives alongside the God of Israel, thus broke the covenant with the God. His father David advised him, be in that rules and regulation, but he moved after. He imposed the heavy taxation on the subject, on his people, subjects, to meet the lavish expenditure life. Third, God was angry with Solomon because his heart had turned away from him. During his life, God given him everything. But the thing is that he given valid advice to others, but he failed the same advice. Did he succeed in his life? He failed in his life. The last stage, he failed. Because the 3 mistakes, what I given, it's a summarized mistakes, so I said, maybe many other mistakes also. His father's tenure also, David's time also, the mistakes, human being, it may happen in our life also. But when he get an opportunity, he used the opportunity to come back to the God, and he confessed his mistakes and everything. Then again, he with the God. So he got the blessings and everything. Solomon also got the opportunity, but he didn't use that opportunity in his life. When we are getting, if we did a mistake in our life, in our word, deed, or anything, if we did a mistake, when we are getting the opportunity, use the opportunity and come back. Don't move away from the God. 1 John chapter 1 verse 9 says, if we confess our sins, he is faithful and just and will forgive us our sins and purity us from all unrighteousness. So if you're getting a chance, our God loves us. If you're getting the opportunity, use the opportunity to come back and confess and try to live a good life. Try to lead a righteous life. God love that. May God bless all of you. Thank you very much. Thank you, Lal, for your encouraging message. May God bless you. തുടർന്ന്